ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ഷെറീസ് വ്ളോഗ്. ഇന്ന് ഞങ്ങൾ വീട്ടിലെ മീൻകുളം കഴുകുകയാണ് കേട്ടോ. ആകെ അഴുക്കായിട്ട് ഇന്നലെ അതിലുണ്ടായിരുന്ന വലിയൊരു മീൻ ചത്തുപോയി കേട്ടോ. മീൻകുളം ആകെ വെള്ളം മാറ്റാനയക്കണ, ആകെ അഴുക്കായി കണ്ടില്ലേ. സ്കൂളിലല്ല, അപ്പോൾ മോൻ കഴുകിക്കോളാം ഇറങ്ങാണ്ട് ഓൻ അതിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് കഴുകാൻ വേണ്ടിയിട്ട് നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഇറങ്ങാൻ വലിയ പൂതിയൊന്നുമില്ല ഓന്. പിന്നെ അതിൻ്റെ അടിയിലാണ് അതിൻ്റെ ഹോളുള്ളത്. അവിടെ അടഞ്ഞു നിൽക്കണതൊക്കെ നമ്മൾ തുറന്ന് കൊടുക്കണം. കൈയിട്ടൊക്കെ വാരി ക്ലിയർ ആക്കിയാലേ വെള്ളം പോകുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തടഞ്ഞിക്കണൊക്കെ മാന്തി എടുക്കുകയാണ് കേട്ടോ. മാന്തി എടുത്താൽ ശരിക്കും വെള്ളം പോകും. മീനുകളൊക്കെ പേടിച്ച് ഓടൽ തുടങ്ങിയിട്ടോ. പിന്നെ ഇനി വേഗം വെള്ളം പൊയ്ക്കോളും. ഓനെയൊക്കെ വൃത്തിയാക്കുകയാണ് ഈ ചുറ്റുഭാഗമുള്ളത്. എൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെള്ളത്തിൽ കളിക്കണമുണ്ട്. ഓൻ വെള്ളത്തിലിറങ്ങിയപ്പോൾ നല്ല സുഖമാണ്. പിന്നെ മാന്തി കൊടുക്കുകയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാന്തി കൊടുക്കുക. ചെറിയ അരിപ്പം മാതിക്കത്താണ് വെച്ചത്. വെള്ളമൊക്കെ പകുതി പോയി കഴിഞ്ഞ്. അപ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ ബേജാറായി നിൽക്കുകയാണ്. എന്താ ഇപ്പം ഞങ്ങളെ കാട്ടണ എഴുതിയിട്ട്. സച്ചു ക്ലീനാക്കൽ തുടങ്ങിയിട്ടോ. അവൻ ബ്രഷ് കൊണ്ടൊക്കെ അരച്ച് ഒക്കെ വൃത്തിയാക്കണം. നിറച്ച് പാല് പിടിച്ചുകൊണ്ടല്ലേ. അപ്പം മീനുകളെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിടിക്കാന്നുള്ളതിലാണ്. അപ്പോൾ ഓൻ അരച്ച് വെളുപ്പിക്കുകയാണ് ഏതായാലും ഓന്. വെള്ളമൊക്കെ അടിയിലെത്തിട്ടോ. ഓൻ മീനെ പിടിക്കൽ തുടങ്ങി. മീനെ പിടിച്ച് ബക്കറ്റിലൊക്കെ ഇടൽ തുടങ്ങി. വെള്ളമൊക്കെ കണ്ടില്ലേ, പറ്റ കേടാൻ നിൽക്കണ്. മീനെ കിട്ടണമില്ല. അതാണ് ഓനിങ്ങനെ നോക്കണത്. വെള്ളമൊക്കെ അടിയിലെത്തിട്ടോ. മീനൊക്കെ ഓൻ പിടിച്ച് ബക്കറ്റിലാക്കൽ തുടങ്ങി. വെള്ളമൊക്കെ ഓന് ഫുള്ള് കുറേ വരച്ച് റെഡിയാക്കിയൊക്കെ വൃത്തിയാക്കി ഏതായാലും. ഇനി മീനെ പിടിച്ചിട്ടാൽ മതി, കുറച്ചുകൂടി വെള്ളം പോകാനേ ഉള്ളൂ. അപ്പോൾ അതുകൂടി കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിറച്ച് മീനെ അതിൽ തന്നെ ആക്കാം. ഓനെല്ലാ മീനും പിടിച്ച് ബക്കറ്റിലിട്ട് ക്ലീനാക്കി, ഫുള്ള് ക്ലീനാക്കി. ഇത്രേ ഉള്ളൂ കേട്ടോ അത് ക്ലീനാവണത്. കുറേ ആയില്ലേ. മീനുകളൊക്കെ ബക്കറ്റിലായി. ഇനി വെള്ളം നിറച്ചിട്ട് അതിലേക്ക് തന്നെ ഇടണം മീനുകളെ. തേങ്ങയൊക്കെ കഴുകി ഇനി അതിലേക്ക് വെള്ളം നിറക്കുകയാണ് കേട്ടോ. വെള്ളം നിറച്ചുകൊണ്ട് മീനുകളെ അതിൽ തന്നെ ഇടണം. അപ്പോൾ ഓന് ബക്കറ്റ് എടുത്ത് മീനുകളൊക്കെ അതിലേക്ക് ഇടുകയാണ് ഇപ്പോൾ. മീനുകളെ കഴുകി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഉമ്മ ഞാൻ കാർ ഷെഡ് കേക്കി തരാം നിങ്ങൾക്ക്. കാർ ഷെഡിലൊക്കെ നിറച്ച് ചളിയായിരുന്നു. ഞങ്ങൾക്ക് റോഡ് പണിയാണ്. അപ്പോൾ റോഡ് പണി ആയപ്പോൾ പൈപ്പ് ലൈനൊക്കെ പോയിട്ട് റോഡൊക്കെ പൊളിച്ചിട്ട് ആകെ ചളിയും പൊടിയൊക്കെയാണ്. മീനുകളൊക്കെ കഴുകി കഴിഞ്ഞ് വെള്ളമൊക്കെ തുറന്നിട്ട് എനിക്ക് കാർ ഷെഡ് കേക്കി തരികയാണ് കേട്ടോ. വേഗം വേഗം കാർ ഷെഡ് കഴുകി തരാൻ വിശക്കണമുണ്ട്. അപ്പം ചോറും തിന്നണം. അപ്പോൾ ഈ പണി കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞാണ്ട് വേഗം കഴുകുകയാണ്. കാർ ഷെഡൊക്കെ നല്ല വൃത്തിയിൽ നല്ല കുട്ടപ്പനാക്കി കഴുകി തന്നിട്ടോ. നല്ല ഉഷാറായി. കാർ ഷെഡും മീനുകളൊക്കെ ഓൻ കഴുകി നല്ല വൃത്തിയാക്കി തന്നിട്ടോ. ഓനെ കൊണ്ട് കഴിയണ മാതിരിയൊക്കെ ഓൻ ചെയ്തു തന്നു. മീനുകളൊക്കെ ഹാപ്പിയായി. ഇനി നമുക്കൊരു മുരിങ്ങാത്തോരൻ ഉണ്ടാക്കാം. അപ്പോൾ മുരിങ്ങ ഊരിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുക. എന്നിട്ട് അതിലേക്ക് 3 ചെറിയുള്ളി, 2 വെള്ളുള്ളി, 1 മുറി തേങ്ങ, അത് 3 കൂടി ചതച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വാർന്നിട്ട് കടുകിടുക. കടുകിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച തേങ്ങയും ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. അതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നൊരു ലേശൊന്നൊരു മൂത്ത് ഇങ്ങനെ വരുന്ന മാതിരിയായിട്ട് നമ്മൾ മുരിങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. മുരിങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ലേശം വെള്ളം അത് ചുവറ്റിയിട്ട് അതൊന്ന് പാർന്ന് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ മുരിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്നിങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കുറച്ചൊന്ന് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിങ്ങാണ്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോഴത്തേനും അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അതിലുള്ള വെള്ളം വറ്റണ വരെ നല്ല ഹൈ ഫ്ലെയിമിലാക്കിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിങ്ങാണ്ട് നല്ലോണം അങ്ങോട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള മുരിങ്ങാത്തോരനായിട്ടോ. മുരിങ്ങാത്തോരനും മത്തി വറ്റിച്ചതും ചോറും നല്ല രസമാട്ടോ. ഇത്രേ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടണും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. താങ്ക് യു.